കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനോടനുബന്ധിച്ച് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എസ്കേൽ പുസ്തകം 26-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 26 മുതൽ 28 വരെ അധ്യായങ്ങൾ ഒരു പ്രത്യേക ഭാഗമാണ്. സോർ, സീദോൻ എന്ന് പറയുന്ന 2 പട്ടണങ്ങൾക്കെതിരെയുള്ള ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 26 മുതൽ 28 വരെ അധ്യായങ്ങൾ കാണാൻ കഴിയും. അതിൽ സോറിന്റെ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോർ എന്ന് പറയുന്നത് ലോക വ്യാപാര രംഗത്തിൽ, വാണിജ്യ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യതയുള്ള ഒരു സ്ഥലമായിരുന്നു സോർ. അവർക്ക് 2 തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ അവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വളരെ പ്രസിദ്ധി ആർജിച്ച 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവരുടെ ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ. മറ്റൊന്ന് ഡൈഡ് മെറ്റീരിയൽസ്, വിവിധ കളറുകളുടെ അകത്തുള്ള മെറ്റീരിയൽസ്. മറ്റൊന്ന് മൂറക് ഷെൽ ഫിഷിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പർപ്പിൾ കളറിലുള്ള ഡൈ. ഇത് 3 ആ കാലഘട്ടത്തിൽ ഭയങ്കര പ്രസിദ്ധമായിരുന്നു. അത് അവിടെ നിന്നും പല ഭാഗങ്ങളിലേക്കായി കയറ്റിവിട്ടുകൊണ്ടേയിരുന്നു. അപ്പൊ ആ നിലയിൽ വളർന്നു വന്ന അന്താരാഷ്ട്ര വിപണിയിൽ വാണിജ്യ രംഗത്ത് നല്ല പ്രാധാന്യതയുള്ള ഒരു സ്ഥലമാണ് സോർ. ഈ സോറിനെതിരെയുള്ള ദൈവിക ന്യായവിധിയെ കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ സംസാരിക്കുന്നത്. സോർ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു. ദാവീദിന്റെ കാലഘട്ടം എടുത്തു നോക്കിയാൽ അവിടുത്തെ രാജാവ് ആ കാലഘട്ടത്തിൽ ദാവീദിനെ കൊട്ടാരം പണിയാൻ ആവശ്യമായ തടികളും നല്ല വിദഗ്ധന്മാരായിരിക്കുന്ന പണിക്കാരെ എല്ലാം അയച്ച് തൻ്റെ കൊട്ടാര പണി വളരെ നിലയിൽ പണിയത്തക്കതിനെ സഹായിച്ചിരുന്നു. സോളമന്റെ കാലഘട്ടം എത്തിയപ്പോൾ ആലയ പണിക്ക് ആവശ്യമായ തടികളും നല്ല വിദഗ്ധന്മാരായിരിക്കുന്ന പണിക്കാരെ എല്ലാം സോർ രാജാവ് തന്റെ രാജ്യത്തു നിന്നും ഇസ്രായേലിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ആ നിലയിൽ വളരെ ഐക്യതയിലും സ്നേഹത്തിലും മുൻപോട്ട് വരാഴ്ചകളാണ്. എന്നാൽ കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ഒരു ബദ്ധ ശത്രുക്കളായി മാറ്റപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെ 26-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന സോർ പറയുന്നൊരു കാര്യമുണ്ട്. യെരുശലേമിനെ കുറിച്ച് സോർ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, യെരുശലേമിനെ കുറിച്ച് നന്നായി എന്ന് പറയാം. യെരുശലേമിന്റെ അധപ്പതനം എന്നല്ല, അതിന്റെ പതനം, അതിന്റെ വീഴ്ച, അതിന്റെ നാശം, യെരുശലേം ദേവാലയത്തിന്റെയും യെരുശലേമിന്റെയും യഹൂദ ദേശത്തിന്റെയും നാശം കണ്ടിട്ട് സോർ പറയുകയാണ് നന്നായി എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നുണ്ട്, ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നു പോയി എന്ന് പറയുന്നു. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ഗേറ്റ് ഓഫ് ദ പീപ്പിൾ എന്നാണ് കൊടുത്തേക്ക്. അതങ്ങനെ പറയാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ യെരുശലേം ചെറിയൊരു പട്ടണമായിരുന്നാലും ലോക വ്യാപാര രംഗത്ത്, ഇന്റർനാഷണൽ ട്രേഡ്, ആ വ്യാപാര രംഗത്തിന്റെ ആ റൂട്ടിന്റെ ഒരു കവലയായിരുന്നു, സെന്റർ ആയിരുന്നു യെരുശലേം. എങ്ങോട്ട് പോകണമെങ്കിലും യെരുശലേമിൽ കൂടെ മാത്രമേ ആളുകൾക്ക് ട്രേഡ് നടത്തുവാൻ കഴിയത്തുള്ളായിരുന്നു. അതൊരു സെന്റർ ആയിരുന്നു. അതുകൊണ്ട് യെരുശലേമിന് ആ നിലയിലുള്ളതായ
ഒരു വരുമാന മാർഗം നന്നായിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ടോൾ അവർ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ധാരാളം പണം യെരുശലേം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവിടെ ഒരു വരുമാന മാർഗമായിരുന്നു. സോർ കുറെ നാളുകളായി, നമ്മൾ ആ 2-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, കുറെ നാളുകളായി ഇതെങ്ങനെയെങ്കിലും തങ്ങളെ അഥേനയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ അവർ പറയുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കാൻ ഞാൻ നിറയും എന്ന് സോർ പറയുന്നു. യെരുശലേം ഇപ്പോൾ നശിച്ചു, അത് ശൂന്യമായി. ഇനി ഞാൻ നിറയും എന്ന് പറഞ്ഞാൽ ഇനി ഒരു ടോളും കൊടുക്കാതെ ആവശ്യത്തിന് എന്റെ പോർട്ടിലേക്ക് വാണിജ്യപരമായ സാധനങ്ങൾ വരികയും പോവുകയും ചെയ്യും. യെരുശലേമിന് ഒരു ടോളും കൊടുക്കണ്ട, ആവശ്യത്തിന് എനിക്ക് ധനം സമ്പാദിക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. ആ നിലയിൽ ഒരു നല്ല സെന്റർ ആയിരുന്നു യെരുശലേം. ഇപ്പോൾ നശിച്ചു കഴിഞ്ഞപ്പോൾ സോറിന്റെ റെസ്പോൺസ് ആണ് 2-ാമത്തെ വാക്യത്തിൽ. നന്നായി, അങ്ങനെ സംഭവിച്ചു, നന്നായി. ജാതികളുടെ വാതിലായവൾ തകർന്നുപോയി, അവൾ ശൂന്യമായി പോയി, ഇനി ഞാൻ നിറയും. അവളുടെ ശൂന്യത എനിക്കത് ഉപകാരമായി തീർന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വസ്തുത, അതിനെ റെസ്പോണ്ട് ചെയ്യുവാൻ ആരുമില്ല. സോർ ആ നിലയിൽ പറയുമ്പോൾ സോറിനോടൊരു വാക്ക് പറയുവാൻ ആ കാലഘട്ടത്തിലുള്ള രാജ്യമോ യെരുശലേമിലോ യഹൂദയിലുള്ള രാജാക്കന്മാരോ മഹാപുരോഹിതന്മാരോ അല്ലെങ്കിൽ ആരും തന്നെ മുൻപോട്ട് വന്നിട്ടില്ല. ഈ സോറിന്റെ ഈ വാക്കിന് മറുപടി കൊടുക്കുവാൻ ആരും വന്നിട്ടില്ല. എന്നാൽ നാം ആ ഭാഗം പഠിച്ചു വരുമ്പോൾ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം സോറിന്റെ ആ വാക്കിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, മറുപടി കൊടുക്കുന്നുണ്ട്. ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോറേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. അപ്പൊ സോർ യെരുശലേമിന്റെ പതനത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുവാൻ ആരുമില്ല. എന്നാൽ യഹോവയായ ദൈവം അതിന് മറുപടിയുമായി രംഗത്ത് വന്നു. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന 1-2 ചിന്തകൾ ഞാൻ ഈ ആരംഭ ഭാഗത്ത് പറയാം. ഒന്ന്, യെരുശലേമിൽ സംഭവിച്ച നാശത്തെക്കുറിച്ച് സോർ പറയുമ്പോൾ അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യുവാൻ, അതിനൊരു മറുപടി കൊടുക്കുവാൻ ആരുമില്ലെങ്കിലും അതിന് മറുപടി കൊടുക്കുവാൻ യഹോവയായ ദൈവം മുൻപോട്ട് വന്നു. എന്താണ് യഹോവയായ ദൈവം മറുപടി കൊടുക്കാൻ കാരണം? നമ്മൾ സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പഠിച്ചിരുന്നു. ഇങ്ങനെ പറയുന്നു, യെരുശലേമിനെ തെരഞ്ഞെടുത്ത യഹോവ. അപ്പൊ യഹോവയായ ദൈവമാണ് യെരുശലേമിനെ തെരഞ്ഞെടുത്തത്. അപ്പൊ യെരുശലേമിന്റെ മേലുള്ള ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ, അവന്റെ മേലുള്ള പരമാധികാരി, അവന്റെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വമുള്ളത് യഹോവയ്ക്കാകയാൽ യഹോവയായ ദൈവം അതിന് മറുപടിയുമായി രംഗത്ത് വന്നു. ആ മറുപടി പറഞ്ഞു, സോരേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ജാതികളുടെ വാതിലായവൻ വീണിരിക്കുന്നു, അവൾ ശൂന്യമായി പോയി, അത് സംഭവിച്ചത് നല്ലതായി.
ഞാൻ നിറയും എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാ ഞാൻ പ്രതിനിധിക്ക് ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത യഹോവയായി ഞാൻ പറയുന്നു, ദാ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇതിനകത്തുനിന്നൊരു ആലോചന പറയാൻ എനിക്കുണ്ട്. നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മുടെ ദൈവമാണ്. ലോകത്തിലെ മനുഷ്യരല്ല നമ്മെ തെരഞ്ഞെടുത്തു. ഇവിടുത്തെ ഒരു സംഘടനകളോ ഇവിടുത്തെ ഓരോ ആളുമല്ല നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മെ തെരഞ്ഞെടുത്തത് യഹോവയായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുന്ന സംഭവങ്ങളും നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുമ്പോഴും വിരോധി നമ്മെക്കുറിച്ച് സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കുമ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ നിന്ദിക്കുമ്പോഴും നമ്മളെ കളിയാക്കുമ്പോഴും പലപ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. നമ്മൾ ബലഹീനരാണ്, നമ്മൾ അപ്രാപ്തന്മാരാണ്. നമുക്ക് നമ്മളെ നേരെ എതിർ പറഞ്ഞ്, നമുക്കെതിരെ അപവാദം പറഞ്ഞ്, നമുക്കെതിരെ അതിന്റെ നിലയിൽ പ്രവർത്തിക്കുന്നവരോട് പ്രതികരിക്കാനുള്ള ശക്തി നമുക്കില്ലെങ്കിലും നമ്മെ തെരഞ്ഞെടുത്ത യഹോവയായ ദൈവം, സർവശക്തനും അധികാരിയുമായ ദൈവം പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നമുക്ക് വേണ്ടി പ്രതികരിച്ചു. അതുകൊണ്ട് നമുക്കെതിരെ ആര് തിന്മകൾ പറഞ്ഞു വരുത്തിയാലും, നമുക്കെതിരെ ആരെല്ലാം സംഘങ്ങൾ ചേർന്നാലും, നമുക്കെതിരെ ആരെല്ലാം കൂട്ടുകൾ കൂടി നമുക്കെതിരെ എന്തെല്ലാം ആലോചനകൾ കഴിച്ചാലും നമുക്ക് പ്രതികരിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലാതിരിക്കുമ്പോൾ നമ്മളെ തെരഞ്ഞെടുത്ത യഹോവയായ ദൈവത്തിന് കഴിയും. അവൻ വെറുതെ ഇരിക്കുന്ന ദൈവമല്ല, മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ പ്രാരംഭ ഭാഗത്തെ ഈ വാക്യത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് സൂം പ്ലാറ്റ്ഫോമിലായാലും ശരി, അല്ല യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവരായാലും കൊള്ളാം, നിങ്ങൾ ഒരുപക്ഷെ പലതരത്തിൽ നിങ്ങൾ ആകപ്പാടെ മാനസികമായി വികലമാക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. പല നിലകളിലും നിങ്ങൾ കളിയാക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, ഒതുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു, നിങ്ങളെ തെരഞ്ഞെടുത്ത് യഹോവയായ ദൈവമാകിയാൽ മറുപടി കൊടുക്കേണ്ട സമയത്ത് യഹോവയായ ദൈവം മറുപടി കൊടുക്കും. പ്രതികാരം നമുക്കുള്ളതല്ല, പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സമസ്ത വിഷയങ്ങളും ദൈവം കാണുന്നതാകിയാൽ അവൻ തക്ക സമയത്ത് മറുപടി കൊടുക്കേണ്ടതുപോലെ അവൻ കൊടുത്തുകൊള്ളും. നമ്മൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി. മൂന്നാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. യെരൂശലേമിനോടും യഹൂദയോടും ഉള്ള ദുഷ്ടവും അവസരവാദപരവുമായ മനോഭാവ നിമിത്തം സോരിനെ ദൈവം എതിരാണെന്ന് വളരെ വ്യക്തമായി പറയും. ദൈവം സോരിനെ ശിക്ഷിക്കും. അവൻ ജാതികളെ ഈ സോരിനെതിരെ കൊണ്ടുവരും. അതിനെക്കുറിച്ച് ഉപമാലങ്കാരമായി ഈ മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട്, സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ ജാതികളെ നിന്റെ നേരെ കൊണ്ടുവരും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവർ സോറിന്റെ മതിലുകളെ തകർക്കും, എല്ലാ കെട്ടിടങ്ങളും നശിപ്പിക്കും. അവന്റെ നഗരഭൂമി മനുഷ്യർ തങ്ങളുടെ മീൻ പിടിക്കുന്ന വല ഉണക്കുന്ന വെറും ഒരു പാറയായി ശൂന്യമായി
മാറ്റപ്പെടുമെന്ന് യഹോവയായ ദൈവം പറയുകയാണ്. നമ്മൾ ചിന്തിക്കണം, സോർ എന്ന് പറയുന്നത് ആർക്കും ഏതു സമയം കയറി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന കരുതുന്ന തരത്തിലുള്ള ഒരു സ്ഥലമല്ല സോർ. സോറ് ആ കാലഘട്ടത്തിൽ സുരക്ഷിതമാകുന്ന പ്രതിരോധങ്ങളാൽ തീർത്ത, ആർക്കും ഒരു വിധത്തിലും സോറിന്റെ അകത്ത് കയറി സോറിനെ ആക്രമിക്കാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധങ്ങൾ കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ടതാണ് ആ കാലഘട്ടത്തിൽ സോർ എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ ഇവിടെ യഹോവയായ ദൈവം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു. തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് പോലെ യഹോവയായ ദൈവം ജാതീയ രാജാക്കന്മാരെ 1 by 1 ആയിട്ട് ഇവന്റെ രാജ്യത്തിലേക്ക് കടത്തിവിട്ടു എന്ന് ചരിത്രത്തിലുടനീളം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC 586 മുതൽ 573 വരെ ബാബുലോൺകാർ സോർ എന്ന് പറഞ്ഞ പട്ടണത്തിനെതിരായി പല പ്രാവശ്യം കയറി ചെന്നു അതിനോട് യുദ്ധം ചെയ്ത് അതിനെ കീഴടക്കിയിട്ടുണ്ട്. സോറിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അവിടെയുള്ള ജനത്തെ കൊണ്ട് ബാബുലോൺകാരെ സേവിക്കണമെന്ന് നിർബന്ധിപ്പിക്കുകയും അവിടെയുള്ള ജനങ്ങൾ ബാബുലോൺകാരെ സേവിക്കുന്നവരായി തീരുകയും ചെയ്യും. അങ്ങനെ കുറെ കാലഘട്ടത്തിൽ സോർ മുൻപോട്ട് പോയി. BC 525 അടുത്ത സാമ്രാജ്യ ശക്തിയാകുന്ന പേർഷ്യൻ സാമ്രാജ്യ ശക്തി സോറിലേക്ക് വരികയും സോറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും. അതിനുശേഷം BC 332 ഗ്രീക്ക് സാമ്രാജ്യം അധികാരത്തിൽ വന്നപ്പോൾ മഹാനായ അലക്സാണ്ടർ നേതൃത്വത്തിൽ ഗ്രീക്ക് സൈന്യം ആ രാജ്യത്തെ ആക്രമിച്ചു എന്ന് ചരിത്രത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് റോമാക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സോർ എന്ന് പറയുന്ന സ്ഥലം റോമന്റെ അധികാരത്തിന് കീഴിൽ വന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം കുറെ കഴിഞ്ഞപ്പോൾ AD 14-ാം നൂറ്റാണ്ടിൽ സാർസസ് എന്ന അറബിക്ക് കൂട്ടർ ഈ നഗരത്തിലേക്ക് വരികയും ഈ നഗരം പിടിച്ചെടുത്ത് അത് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ സമുദ്രത്തിലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് അതിന്റെ അകത്തെ കയറി വരുന്ന പോലെ ബാബിലോൺ സാമ്രാജ്യം തുടങ്ങിയുള്ള ഓരോ കാലഘട്ടത്തിലെയും സാമ്രാജ്യ ശക്തികൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന അവസാനം അറബിക്ക് രാജ്യവും കടന്നു വന്നിട്ട് ഇതിനെ ആക്രമിച്ച് ഇല്ലാതാക്കി തീർത്തു. ഇന്ന് സോർ എന്ന് പറയുന്ന പേരിൽ ഒരു സ്ഥലമുണ്ടെങ്കിലും അത് യഥാർത്ഥമാകുന്ന സോർ അല്ല എന്നാണ് ചരിത്രകാരന്മാരും വേദപണ്ഡിതന്മാരും ഒരുപോലെ പറയുന്നത്. അതെന്തൊക്കെയുമായി ഈ ഭൂമുഖത്തുനിന്നും ശൂന്യമാക്കപ്പെട്ടു. നോക്കണം, ദൈവവചനത്തിന്റെ പ്രാധാന്യത. ദൈവവചനം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടതാണ്. അത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ചരിത്ര ഭാഗങ്ങളെല്ലാം യഹോവയായ ദൈവവചനത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. നമുക്ക് അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അവർ സോറിന്റെ മതിലുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. ഞാൻ അതിന്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിന്റെ നടുവിൽ വല വിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും. ഇവിടെ തീരദേശത്തെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ച് നിരത്തി കെട്ടിടങ്ങളെ അവശേഷിക്കുന്ന ഭാഗങ്ങളെല്ലാം ഈ കടന്നു വന്ന
രാജ്യങ്ങൾ കടലിലേക്ക് തള്ളി. അങ്ങനെ അവർ നിർമ്മിച്ച ദ്വീപിലേക്ക് 1/2 കിലോമീറ്റർ നീളത്തിൽ ഒരു കോസ്വേ റോഡ് അവർ ഉണ്ടാക്കിയുണ്ടായി. ഇന്നത് ഒന്നുമില്ലാതെ മീൻപിടുത്തക്കാർ തങ്ങളുടെ വല ഉണക്കുന്ന ഒരു സ്ഥലമായി ആ ദ്വീപും അതിനോട് ചേർന്ന് ഉണ്ടാക്കപ്പെട്ട കോസ്വേയും ആക്കി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നു അത് വെറും ഒരു പാറയാകും എന്ന് 4-ാം വാക്യത്തിൽ പറയുന്നു. സോർ എന്ന് പറയുന്നത് വലിയൊരു സ്ഥലമാണ്. 2 പോർട്ടുണ്ട്, സുരക്ഷിതമാണ്, വാണിജ്യ വ്യാപാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും യഹോവയായ ദൈവം പറയുന്നു അത് വെറും ഒരു പാറ പോലെയായി മാറും എന്ന് പറയുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. സോർ വെറും ഒന്നുമില്ലാത്ത തരിശ് ഭൂമിയിൽ അതാണ് പാറ എന്നൊരു പാറ പോലെ മാത്രമായിരിക്കും. അതിനകത്തൊന്നും കാണുകയില്ല. ഈ പാറ എന്നതിനെ 2 എബ്രായ പദങ്ങൾ പാറയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എബ്രായ പദം ജുവർ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബെഡ്റോക്ക്, അടിസ്ഥാനപരമായി നീണ്ടു നിവർന്നു കിടക്കുന്ന പാറ എന്നാണ് അർത്ഥം. ഈ പദത്തിൽ നിന്നാണ് സോർ എന്ന് പറയുന്ന പദം ഉണ്ടായത്. സോർ എന്ന വാക്കുണ്ടായത് ജുവർ എന്ന് പറയുന്ന എബ്രായ ഭാഷയിൽ നിന്നുണ്ടായത്. അതിന്റെ അർത്ഥം നീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമാകുന്ന പാറ. ഇവിടെ യഹോവയായ ദൈവം പറയുന്നു അത് വെറും ഒരു പാറയാകും എന്ന് പറയുന്നത്. പാറ, അതിന് അവിടെ കൊടുത്തിരിക്കുന്ന എബ്രായ വാക്ക് സേല എന്നാണ്. സെല എന്ന വാക്കിന്റെ അർത്ഥം ഒരു ചെറിയ പാറ കഷ്ണം എന്നാണ് അർത്ഥം. ഒരു പാറ കഷ്ണം, ചെറിയത്. അപ്പൊ അങ്ങനെയെങ്കിൽ യഹോവയായ ദൈവം പറയുന്നു നീ വെറും ഒരു പാറയാകും എന്ന് പറഞ്ഞാൽ നീ ഒരു ചെറിയ പാറ കഷ്ണം പോലെയായി തീരുമെന്നർത്ഥം. വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ജുവർ എന്ന് പറയുന്ന വലിയ പാറ ഇപ്പോൾ സേല എന്ന് പറയുന്ന ഒരു കൊച്ചു പാറയായി മാറ്റപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. ജുവർ എന്ന് പറയുന്ന പാറ, സോർ, അതിപ്പോൾ യഹോവ ദൈവം പറയുന്നു അത് വെറൊരു പാറ എന്ന് പറയുന്ന ഒരു പാറ കഷണമായി മാറ്റപ്പെടും. അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഇവർക്ക് 2 തുറമുഖ പട്ടണങ്ങളുണ്ട്. ഇത് 2 തിരക്കേറിയ പട്ടണങ്ങളാണ്. ധാരാളം വാണിജ്യങ്ങൾ ആ പോർട്ട് വഴി നടക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിലെ ജനങ്ങൾ ആ പോർട്ടിലേക്ക് വരുന്നു. അവർ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അവർ സാധനങ്ങൾ കയറ്റിവിടുന്നു. ഇവിടേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ചുരുക്കി പറഞ്ഞാൽ തിരക്ക് നിറഞ്ഞ ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണ് സോർ എന്ന് പറയുന്ന സ്ഥലം. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ഥലം. എന്നാൽ ഇനി അത് വെറും ഒരു പാറയായി മാറും. ചെറിയ ഒരു പാറ കഷണം എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത, ജനനിവാസമില്ലാത്ത, ജനങ്ങൾ കടന്നു വരാത്ത, തിക്കും തിരക്കും ഇല്ലാത്ത ഒരു കൊച്ചു പാറ കഷണമായി മാറ്റപ്പെടും എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ തിരക്കേറിയ തുറമുഖം, ആരുമില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആർക്കും ഉപയോഗമില്ലാത്ത ഒരു കൊച്ചു പാറയായി മാറ്റപ്പെടുമ്പോൾ മത്സ്യബന്ധനക്കാർക്ക് തങ്ങളുടെ വല വിരിക്കാനുള്ള ഒരു കൊച്ചിടമായി അത് മാറ്റപ്പെടും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കിനി നേരെ
7 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ വടക്ക് നിന്ന് രാജാതി രാജാവായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സോറിന് നേരെ വരുത്തും. അവൻ നാട്ടിൻ പുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകൂരി നിന്റെ നേരെ ഒരു മറ നിർത്തും. അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും. അവന്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. തന്റെ കുതിരകളുടെ കുളമ്പ് കൊണ്ട് അവൻ നിന്റെ സകല വീഥികളെയും മെതിച്ചു കളയും. നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും. നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണു കിടക്കും. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നെബൂഖദ്നേസർ രാജാവിന്റെ ആക്രമണത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ബാബിലോൺ രാജാവാകുന്ന നെബൂഖദ്നേസർ സോരിനെതിരെ വരും. യെരുശലേമിനെ ആക്രമിച്ച അതേ രാജാവാകുന്ന നെബൂഖദ്നേസർ സോറിനെ ആക്രമിച്ച് കീഴടക്കുമെന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്തു. അതിൽ 7-ാം വാക്യത്തിൽ എങ്ങനെയാണ് നെബൂഖദ്നേസർ വരുന്നതെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ആ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ വടക്കു നിന്ന് രാജാതി രാജാവായ നെബൂഖദ്നേസറിനെ എന്ന ബാബേൽ രാജാവിനെ കൊണ്ടുവരും. 1. 2, ഇനി കടന്നു വരുന്ന വിധമാണ്. കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും പടജനത്തോടും കൂടെ സോരിനു നേരെ ഞാൻ വരുത്തും. ഇവിടെ ഒരു പദപ്രയോഗമുണ്ട്. രാജാതി രാജാവ്, കിങ് ഓഫ് കിങ്സ്. അത് നെബൂഖദ്നേസറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ യെഹെസ്കേൽ അത് പറയുമ്പോൾ രാജാതി രാജാവ് എന്ന് നെബൂഖദ്നേസറിനെ വിളിക്കാനുള്ള കാരണം എന്താണ്? കാരണം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. നെബൂഖദ്നേസർ രാജാവ് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഒരുപാട് കൊച്ചു കൊച്ചു രാജ്യങ്ങളും രാജാക്കന്മാരുമുണ്ട്. ആ കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെ എല്ലാം മീതെ ഉള്ള ഒരാളാണ് നെബൂഖദ്നേസർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കിങ് ഓഫ് കിങ്സ്, രാജാതി രാജാവ് എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിനെ ഈ പദപ്രയോഗം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. അവിടെ വായിക്കും, തിരുമനസ്സുകൊണ്ട് അങ്ങ് രാജാതി രാജാവാണെന്ന് വ്യക്തമായി ദാനിയേല് നെബൂഖദ്നേസർ പറയുന്നു. ഇനി നമ്മൾ എസ്രായുടെ പുസ്തകത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന രാജാവാകുന്ന അർത്തസേർസസ്, ആ രാജാവ് തന്നെ സ്വയമേ ഈ പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. രാജാതി രാജാവായ അർത്തഹ്ശഷ്ടാവ്
സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് എഴുതുന്നത്. അവിടെ വെക്കുന്നത് രാജാതി രാജാവായ അർത്ഥകസിഷ്ട രാജ. അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവരുടെ കീഴിൽ ഒരുപാട് കൊച്ചു കൊച്ചു രാജ്യങ്ങളും രാജാക്കന്മാരും ഉണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ അധികാരം, ലോകപരമാകുന്ന അധികാരത്തോടുള്ള ബന്ധത്തിലാണ് ആ പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 7 നിന്ന് നമുക്ക് 9-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും. അവിടെ വായിക്കുന്നു, ആരൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. രഥങ്ങളും കുതിരച്ചേവകരും ജനസമൂഹത്തോടും പടജനത്തോടും കൂടെ വരും. പക്ഷെ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ 9-ാമത്തെ വാക്യത്തിൽ അവർ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ, യന്ത്രത്തോക്കുകളെ ഉപയോഗിക്കും, ഗോപുരങ്ങളെ കോടാലി കൊണ്ട് തകർക്കും എന്നിങ്ങനെ വളരെ വ്യക്തമായി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നശിപ്പിക്കുന്ന നിലയിലേക്ക് അത് നീങ്ങും എന്നാണ് ആ പദപ്രയോഗങ്ങളുടെ അർത്ഥമാക്കുന്നത്. നമുക്കിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ആ 10-ാമത്തെ വാക്യം വായിച്ചു. അവന്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഒന്ന്, കുതിരകളുടെ ആയിരിക്കുന്ന പെരുപ്പ നിമിത്തം കുതിരകളും കുതിരച്ചേവകരും പടജനവും ഭയങ്കര ജനങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ ഒരു വലിയൊരു കലകമായി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ആ ഭൂമിയിലെ പൊടി കൊണ്ട് ആ ദേശം മുഴുവനും നിറയെന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ യുദ്ധം നടക്കും എന്നാണ് അതിനർത്ഥം. അത്രമാത്രം കുതിരകളെ കൊണ്ടുവരും, അത്രമാത്രം ജനത്തെ കൊണ്ടുവരും. ആ നിലയിലേക്കുള്ളതായ ഒരു യുദ്ധം നടക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. നെബൂഖദ്നേസർ രാജാവിന്റെ സൈന്യം വളരെ വലുതായിരിക്കും. അവന്റെ കുതിരകളെ പെരുമാറ്റ നിമിത്തം നഗരത്തെ മൂടുന്ന നിലയിൽ പൊടിപടലങ്ങൾ കൊണ്ട് അത് നിറയും. വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കേട്ട് നഗരങ്ങൾ മുഴുവൻ കുലുങ്ങുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് 12-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 12-ാമത്തെ വാക്യം. അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിലിട്ട് കളയും. ഓക്കെ, അവിടെ വായിക്കുന്ന അവർ എന്നൊരു പദപ്രയോഗമുണ്ട്. അവർ, ഇത് നിരവധി സൈനികരുടെ പ്രവൃത്തിയാണ് കാണിക്കുന്നത്. കാരണം ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യം വരുന്നു. ആ പടജനത്തെയാണ് കാണിക്കുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിന് ശേഷം ഗ്രീക്ക് വരുന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം റോമൻ വരുന്നു. പിന്നീട് അറബിക്ക് വരുന്നു. അപ്പൊ ആ സൈന്യങ്ങളെ കുറിച്ചാണ് ആ ഭാഗത്ത് രേഖപ്പെടുന്നത്. അവർ എന്ന് പറയുന്ന പദപ്രയോഗം അവിടെ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇനിയും അവർ നിങ്ങളുടെ മതിലുകൾ തകർത്ത് നിങ്ങളുടെ മനോഹരമാകുന്ന വീടുകൾ നശിപ്പിക്കും. നെബൂഖദ്നേസർ രാജാവ് സോർ പിടിച്ചടക്കിയതിനു ശേഷമുള്ളതായ കാലങ്ങളെ കുറിച്ചാണ് ആ ഭാഗത്ത് പ്രവചിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു 26-ാം അധ്യായത്തിന്റെ ഈ അധ്യായത്തിന്റെ 3 മുതൽ ഭാഗങ്ങൾ വായിക്കുന്നു. തിരമാലകൾ പോലെ അനേക ജാതികളെ നിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു. അതെല്ലാം 1 by 1 തന്നെയും ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറയപ്പെടുന്നത്
അതിൽ ഏറ്റവും വലിയ നാശം സംഭവിച്ചത് അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ളതായ പടജനം അതിൻ്റെ അകത്ത് കിടന്നപ്പോഴാണ് സോറിന് അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ നാശം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ പടജനവും വന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നമ്മളിവിടെ വായിച്ചല്ലോ, അവർ നിന്റെ കല്ലും മരവും മണ്ണും വെള്ളത്തിലിട്ട് കളയുമെന്ന് നമ്മൾ ഇവിടെ വായിച്ചാൽ അതിന്റെ 11ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് വായിച്ചായിരുന്നു. ആ 19 വാക്യം വായിച്ചു. 19. അവന്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ടും കിളരുന്ന പൊടി നിന്നെ മൂടും. മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. തന്റെ കുതിരകളുടെ കുളമ്പ് കൊണ്ട് അവൻ നിന്റെ സകല വീഥികളെയും മെതിച്ചു കളയും. നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും. നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണ് കിടക്കും. അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ടുകളയും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിലിട്ട് കളയും. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. എങ്ങനെയാണ് ചോദിച്ചാൽ, ബാബിലോൺ രാജാവ് വന്ന് കീഴടക്കുമ്പോൾ നല്ലൊരു കൂട്ടം ജനം നേരെ ദ്വീപിലേക്ക് പോയി രക്ഷപ്പെട്ടു. ദ്വീപിലുള്ളവരെ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ നെബൂഖദ്നേസർ കഴിഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടും. എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തി കാലഘട്ടം എത്തിയപ്പോൾ, സോറിനെതിരെ വന്നപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു പണിയുണ്ട്. എല്ലാം വളരെ വിദഗ്ധമാകുന്ന എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിലൂടെയും അലക്സാണ്ടർ ദീർഘമാകുന്ന വീക്ഷണത്തിലൂടെയും താൻ വളരെ ശ്രദ്ധേയമാകുന്ന നിലയിൽ ചില കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം ഒരു റോഡ് നിർമ്മിച്ചു. ഈ ദ്വീപിലേക്ക് ഒരു റോഡ് നിർമ്മിച്ചു. എങ്ങനെ റോഡ് നിർമ്മിച്ചു? റോഡിലേക്ക് ആ റോഡിന് വെള്ളത്തിലൂടെ ആ ദ്വീപിലേക്ക് റോഡ് നിർമ്മിച്ചത് നമ്മൾ ഇവിടെ പറഞ്ഞ ഇപ്പോൾ വായിച്ചില്ലേ, നിന്റെ എല്ലാ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിലിട്ട് കളയും എന്ന് പറയുന്ന പ്രവചനപ്രകാരം ഈ അലക്സാണ്ടർ ചക്രവർത്തി വന്നിട്ട് അവിടെ കെട്ടിടവും അവിടെയുള്ള സകലവും പൊളിഞ്ഞതും പൊളിച്ചതെല്ലാം കൂടെ നേരെ കൊണ്ട് തട്ടിയത് കടലിന്റെ അകത്തോട്ട് കൊണ്ട് തള്ളി. സകല അവശിഷ്ടങ്ങളും ഇത് കടലിലേക്ക് കൊണ്ട് തള്ളി. അങ്ങനെ കടലിലൂടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിലൂടെ തന്റെ ദീർഘമാകുന്ന വീക്ഷണത്തിലൂടെ ഈ സ്ഥലത്തു നിന്നും ദ്വീപിലേക്ക് ഒരു കോസ്വേ അദ്ദേഹം പണിതു. അത് നിർമ്മിച്ചു. അതിലൂടെ തന്റെ പടജനവും മറ്റും ദ്വീപിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള ജനത്തെ പിടിക്കുന്നു, അവിടെയുള്ളതിനെ നശിപ്പിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ ആ വചനം അതങ്ങനെ തന്നെ നിവർത്തിക്കപ്പെട്ടു. നിന്റെ മരവും നിന്റെ മണ്ണും നിന്റേതായിരിക്കുന്ന എല്ലാം വെള്ളത്തിലിട്ട് കളയും എന്ന് പറഞ്ഞതുപോലെ തന്നെ അലക്സാണ്ടർ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ വന്നിട്ട് ഇടിച്ചു പൊളിച്ചിട്ട് എല്ലാ അവശിഷ്ടങ്ങളും കൊണ്ട് ഈ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിലൂടെ വെള്ളത്തിലേക്ക് കടലിലേക്ക് തള്ളി. അങ്ങനെ മണ്ണുകളും മരങ്ങളും തടികളും ഒക്കെ ഇട്ടിട്ടിട്ട് അവർ ദ്വീപിലേക്ക് ഒരു നല്ല സോളിഡ് ആയിരിക്കുന്ന ഒരു റോഡ് അദ്ദേഹം ഉണ്ടാക്കി. ആ റോഡിലൂടെയാണ് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ പടയാളികൾ
ആ ദ്വീപിലേക്ക് ചെല്ലുന്നതും ആ ദ്വീപ് പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെയാണ്. നോക്കണം, ദൈവവചനത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്കും വൃഥാവായി പോകുകയില്ല. നമുക്ക് അറിയാനുള്ള കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അപ്പത്തെ വെള്ളത്തെ മേലെറിയ, ഏറെ നാൾ കഴിയുമ്പോൾ അതിന് ഫലം ലഭിക്കും. എന്റെ വചനം എവിടെ പോയാലും അത് വെറുതെ ഇരിക്കില്ല, അതിന് മറുപടിയുമായിട്ട് വരുമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന്റെ അകത്ത് ഒരു വാക്ക് പോലും വൃഥാവല്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, എന്റെ വചനത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അത് മാറിപ്പോകുകയില്ല എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ഇതവിടെ തെളിയിക്കുന്നു. നിന്റെ മരവും നിന്റെ മണ്ണും നിന്റെ തടികളുമെല്ലാം അവർ വെള്ളത്തിൽ ഇട്ട് കളയുമെന്ന് പറഞ്ഞത് വെറുതെയോ പറഞ്ഞതല്ല, അത് അക്ഷരാർത്ഥത്തിൽ തന്നെ നിവർത്തിക്കപ്പെട്ടു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 13-ാമത്തെ വാക്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം നിർത്തിക്കൊള്ളാം. അവിടെ വായിക്കുന്നുണ്ട്, 13-ാമത്തെ വാക്യം നടന്ന സംഭവമാണ്. അതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ പാട്ടുകളുടെ കോശം ഞാൻ ഇല്ലാതെയാക്കും, നിന്റെ വീണകളുടെ നാദം ഞാൻ കേൾക്കയില്ല, ഞാൻ നിന്നെ വെറും പാറയാക്കും, നീ വല വിരിപ്പാനുള്ള സ്ഥലമായി തീരും, നിന്നെ ഇനി പണികയില്ല എന്ന് യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അങ്ങനെ അന്ന് നശിപ്പിച്ച സോർ ഇന്നു വരെ പണിതിട്ടില്ല, അത് ഇന്നും ശൂന്യമായി കിടക്കുന്നു. ഒന്നത്. രണ്ട് പറയുന്നുണ്ട്, ഇനിയും നിന്നിൽ നിന്നും ആമേൻ സംഗീതം മുഴങ്ങുകയില്ല, നിന്നിൽ നിന്ന് വീണനാദം കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ജനസാന്ദ്രവും സമ്പന്നവും പുരാണവുമായ ധാരാളം ആളുകൾ താമസിച്ചിരുന്നതും സഞ്ചരിക്കുന്നതുമായ ഒരു നഗരമായിരുന്നു അത്. നമുക്കറിയാം, ജനങ്ങൾ ഒരുപാട് കയറിയിറങ്ങുന്ന സ്ഥലമാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഉത്സവം പോലെ ആയിരിക്കും എപ്പോഴും നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇടയിലുള്ള ചില പട്ടണങ്ങൾ, ചില പ്രത്യേകമാകുന്ന സ്ഥലങ്ങൾ, ആളുകൾ അതിനകത്ത് തിക്കും തിരക്കും ഒക്കെ കൂടുമ്പോൾ അതൊരു ഉത്സവം മാതിരിയാകാറുണ്ട്. അതുപോലെ സോർ എന്നൊരു ഉത്സവ പ്രതീതിയായിരുന്നു. ആ നിലയിൽ ജനസാന്ദ്രമായിരുന്നു. പൗരാണികമാകുന്ന ധാരാളം ടവറും മറ്റും ഉണ്ടായിരുന്നു. ആളുകൾ സഞ്ചരിക്കുന്നതുമായ ഒരു നഗരമായിരുന്നു. വലിയ സുരക്ഷിതത്വത്തിന് നടുവിലാണ് സോർ പട്ടണം വളർന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ എല്ലാ തരത്തിലുള്ള സംഗീതവും, പ്രത്യേകിച്ച് വെള്ളത്തിൽ ഉച്ചത്തിലുള്ള സംഗീതവും അതിന്റെ സംഗീതത്തിനനുസരിച്ചുള്ള പാട്ടുകളും എല്ലാം യഹോവയായ ദൈവം തകർത്ത് കളയും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ കിന്നരങ്ങളുടെ ശബ്ദം, ഈ പ്രത്യേക സംഗീതവും അതിന്റെ രീതികൾ ഇനി ഒന്നും അവിടെ മുഴങ്ങത്തില്ല എന്ന് പറയും. അത് വളരെ അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു. ഞാൻ എൻ്റെ വാക്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിലുള്ള ഇയ്യോബ് അങ്ങനെയല്ലേ പറഞ്ഞേ, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം, നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കർത്താവ്, തന്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു കർത്താവ്, തന്റെ ജനത്തിന് വേണ്ടി പ്രതികരിക്കേണ്ട സമയങ്ങൾ പ്രതികരിക്കുന്ന കർത്താവ്, തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ് നമ്മെ തെരഞ്ഞെടുത്തത് എന്ന ഉത്തമ ബോധ്യം ഈ രാത്രി നമുക്കുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ ആ ഒരു ബോധ്യത്തോടുകൂടെ മാത്രമേ നിങ്ങൾ ഡിവൈസ് ഓഫ് ചെയ്യാവൂ. ആ ഒരു ബോധ്യം ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. എന്നെ എന്റെ ദൈവം തെരഞ്ഞെടുത്തു, ആ ദൈവം എനിക്ക് വേണ്ടി പ്രതികരിക്കേണ്ട സ്ഥാനങ്ങളിൽ, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു കൊള്ളും എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. രണ്ട്, നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ വചനം, നമ്മുടെ കൈകളിൽ ഏന്തുന്ന ഈ വചനം വെറും മിഥ്യകളല്ല, വെറും ഇതിഹാസങ്ങളല്ല, വെറും ചരിത്രമല്ല,
വെറും സാഹിത്യമല്ല. ഇതിനകത്ത് ഓരോ വള്ളിയും പുള്ളിയും അത് നിവർത്തിക്കപ്പെട്ടതാണ്, ഇന്നും നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഇതിനകത്ത് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുന്നവരെ മാറിപ്പോകുകയില്ലെന്ന് പറഞ്ഞതെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികളാണ്. നമ്മൾ കയ്യിലേന്തിയിരിക്കുന്ന വചനം വെറും മിഥ്യയല്ല, വെറും സാഹിത്യമല്ല, വെറും ഇതിഹാസമല്ല. സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് അത് സത്യവേദ പുസ്തകം തന്നെ. ഇന്നും ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച് ഇന്നും അത് പൂർത്തീകരിക്കപ്പെട്ട നിലയിൽ ഇന്നും ഈ വചനം നിലനിൽക്കുന്നു. നമ്മൾ വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അത് കേൾക്കുന്നവനും അതിനെ പ്രമാണിക്കുന്നവനും ഭാഗ്യമുള്ളവർ. ആ ഒരു ഭാഗ്യാവസ്ഥയിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നിങ്ങൾ ആരൊക്കെങ്കിലും യൂട്യൂബിൽ കേൾക്കുന്നവർ ഇതുവരെയും ആ ഒരു നിലയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ വചന പഠനത്തിലൂടെ ഹൃദയമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക്